സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനും അമേരിക്കയും വീണ്ടും റൗണ്ട് നമ്പർ 1 തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച കാലത്ത് ട്രംപ് ഇറാനെ വീണ്ടും ആക്രമിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പണ്ടൊരു മമ്മൂട്ടി സിനിമയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. അതിന് കാരണം ഇറാന്റെ വിദേശകാര്യമന്ത്രി അരാക്ചി ന്യൂക്ലിയർ റിസർച്ച് നിർത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. അരാക്ചിയെ സംബന്ധിച്ച് ന്യൂക്ലിയർ റിസർച്ച് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് അവരെ ആക്രമിച്ചതിന്റെ പേരിൽ അവർ അത് നിർത്തിവെക്കുകയാണെങ്കിൽ അത് അവരുടെ നാഷണൽ പ്രൈഡിനെ, ദേശീയ ബോധത്തെ ബാധിക്കും. അതുകൊണ്ട് ന്യൂക്ലിയർ റിസർച്ച് അവർക്ക് നിർത്തിവെക്കാനാവില്ല, എൻറിച്ച്മെന്റ് നിർത്തിവെക്കാനാവില്ല. അപ്പം എൻറിച്ച്മെന്റുമായിട്ട് അവർ മുമ്പോട്ട് പോകും. ഇറാൻ വീണ്ടും 2-3 തരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അതേ ഇന്റർവ്യൂവിൽ അതൊരു ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂവിന്റെ വേറൊരു ഭാഗത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അവർ പീസ് പർപ്പസിന് മാത്രമേ ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുള്ളൂ. ആദ്യം അവർ പറയുന്നു അവർ എൻറിച്ച്മെന്റ് ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല. വേറൊരു സ്ഥലത്ത് പറയുന്നു അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ന്യൂക്ലിയർ എനർജി ആവശ്യമാണ് എന്ന് പറയുന്നു. പീസ് പർപ്പസിന് ഉപയോഗിക്കുന്ന യുറേനിയം ഉപയോഗിച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാവില്ല. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ന്യൂക്ലിയർ ബോംബിന്റെ നിർമ്മാണത്തിലൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ചെയ്യുന്നില്ല എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നു. എൻറിച്ച്മെന്റ് ഉപേക്ഷിക്കാനാവില്ല എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നു. അത് നാഷണൽ പ്രൈഡ് ആണെന്ന് വേറൊരു ഭാഗത്ത് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു ധാരണ ഇല്ലാത്ത രീതിയിലാണ് അരാക്ചി സംസാരിക്കുന്നത്. ട്രംപിന് കൃത്യമായ ധാരണയുണ്ട്. അപ്പൊ ട്രംപ് പറഞ്ഞത് ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നാണ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ വരവിന് ഞങ്ങൾ തീർക്കാനുള്ളത് മുഴുവൻ തീർത്തില്ല, അപ്പൊ അടുത്ത വരവിന് ബാക്കിയുള്ളത് വന്നിട്ട് തീർത്തിട്ട് പോകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ഇവര് ന്യൂക്ലിയർ പീസ് ടോക്ക് തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ തിരിച്ചെത്തി എന്നാണ് നമുക്ക് ഏകദേശം ഇതിന്റെ ഒബ്സർവേഷൻ എന്ന് മനസ്സിലാവുന്നത്. ഇറാനെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു ശക്തിയോട് നേരിടാനുള്ള ശേഷി തങ്ങൾക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അവര് താൽക്കാലികമായെങ്കിലും ഈ ഒരു സംഗതിയിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരുടെ മേലെയുള്ള എല്ലാ തരത്തിലുള്ള സാങ്ഷൻസും ഒഴിവാക്കി നോർമൽ രീതിയിൽ മുൻപോട്ട് പോയി വീണ്ടും ശക്തരായി വരാനാണ് ബുദ്ധിയുള്ള ആളുകൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ശത്രുക്കൾ അതിശക്തരായി മുൻപിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ തൊഴിയും വാങ്ങി നിലത്ത് കിടന്നുകൊണ്ട് വീണ്ടും കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവർ ചവിട്ടി തേച്ച് കളയും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി പോലും ഇറാൻ ഈ ഒരു അവസ്ഥയിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കാരണം ഇത് ഈ അരാക്ചിനെയോ അല്ലെങ്കിൽ അവിടുത്തെ മതനേതൃത്വം മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, കോടിക്കണക്കിനായിട്ടുള്ള പൗരന്മാരുടെ വിഷയമാണ്, ഒരു രാജ്യത്തിന്റെ വിഷയമാണ്. അപ്പം തീർത്തും ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഭരണകൂടം, തീർത്തും തിരിച്ചറിവില്ലാത്ത ഒരു ഭരണകൂടം, വകതിരിവില്ലാത്തൊരു ഭരണകൂടം, ആരോടാണ് തങ്ങൾക്ക് എതിർക്കാൻ ശേഷിയുള്ളത് എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു ഭരണകൂടം, എന്താണ് ജനത്തിന് വേണ്ടതെന്ന് തിരിച്ചറിയാനാവാത്തൊരു ഭരണകൂടം, മതനിയമങ്ങളും മനുഷ്യർക്ക് വേണ്ടതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ അറിയാത്ത ഒരു ഭരണകൂടം. അത്തരമൊരു ഭരണകൂടം സാധാരണ ജനങ്ങൾക്ക് വരുത്തി വയ്ക്കുന്ന വലിയ ദുരന്തമാണ് വാസ്തവത്തിൽ ഇറാനിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് അവര് അതിഭീകരമായ ശക്തിയാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. അപ്പൊ അമേരിക്ക ഇറാനെ ആക്രമിക്കുക ഇനിത്തെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ് നിശ്ചയമായിട്ടും അത് നേരത്തെ ചെയ്തതുപോലത്തെ ഒരു സെലക്റ്റീവ് അറ്റാക്ക് അല്ല എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാരണം ധാരാളം ഡിഫൻസ് എക്സ്പെർട്ടുകൾ ഇതിനെ സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പല ന്യൂസ് പേപ്പറുകൾ, എല്ലാ വിദേശ മാധ്യമങ്ങളും ഇതിനെ സംബന്ധിച്ച് അനാലിസിസുകൾ വരുന്നുണ്ട്. അടുത്ത ഒരു അടി ഇറാനിട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ കിട്ടിയതുപോലെ ആവില്ല, അത് ഇറാന്റെ സർവനാശത്തിലേക്ക് കലാശിക്കുള്ളൂ. ആ ഒരു നിലയിൽ നിന്ന് ആ രാജ്യത്തിന് പിന്നീട് റിക്കവർ ചെയ്ത് വരണമെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇതിനിടയിലൂടെ ഖമനേയി എന്ന് പറയുന്ന ആളെ കാണാനേ ഇല്ല. അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് 2 ടേപ്പുകൾ ഇവർ പ്ലേ ചെയ്തു. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് ബഹുഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. ഖമനേയി ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയം ഉന്നയിക്കുന്നവരുണ്ട്. അപ്പൊ ഇത്തരം ഈ മതനേതൃത്വത്തിന്റെ വിഷയം അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മതനേതൃത്വത്തിന് സുഖജീവിതം ആവശ്യമുണ്ട്. അപ്പൊ സുഖജീവിതം എന്നുള്ളത് അവർക്ക് ലഭിക്കണമെന്നുണ്ട് അധികാരം മുഴുവൻ അവരുടെ കയ്യിലിരിക്കണം. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അധികാരം വഴിക്ക് പോകാതിരിക്കാൻ അവർ കാണിക്കുന്ന ഒരു ഗിമ്മിക്സ് ആണ് ഈ അമേരിക്കയുമായിട്ടുള്ള ഗുസ്തി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവരൊരു പക്ഷേ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അവരുടെ ജനത്തെ പിടിച്ചു നിർത്താനായിരിക്കണം മിക്കവാറും അവർ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് അവർക്ക് ഭയമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അവരുടെ വെരി എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം ലോകത്തെ ഒരുപാട് ശക്തികളുടെ ഇല്ല ന്യൂക്ലിയർ ബോംബുണ്ട്. നമ്മുടെ കഴിവ് വന്നിരിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ബോംബില്ലേ, പിന്നെ ഇറാൻ ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നം? അമേരിക്കയുടെ ന്യൂക്ലിയർ ബോംബില്ലേ, പിന്നെ ഇറാൻ ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നം? ഉത്തരവാദിത്വമില്ലാത്ത ആളുകളുടെ ലീത്തൽ ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത്
പ്രത്യേകിച്ചും അവർ അമേരിക്കയെയും ഇസ്രായേലിനെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ള രാഷ്ട്രമായിട്ടുള്ള നിലയ്ക്ക്, ആ പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകാത്തൊരു രാജ്യമായിട്ടുള്ള നിലയ്ക്ക് അവരുടെ കയ്യിൽ ഒരു ന്യൂക്ലിയർ ബോംബ് എത്തുക എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമായ സംഗതിയാണ്. ഉത്തരവാദിത്വമില്ലാത്ത രാജ്യമായ പാകിസ്ഥാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് എത്തിയതിന്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഉത്തര കൊറിയയ്ക്ക് ന്യൂക്ലിയർ ബോംബ് ഉള്ളത്. ലിബിയ അങ്ങനെയാണ് ന്യൂക്ലിയർ ടെക്നോളജിയിൽ എത്തിയത്. ഇറാൻ അങ്ങനെയാണ് ന്യൂക്ലിയർ ടെക്നോളജിയിൽ എത്തിയത്. ഉത്തരവാദിത്തമില്ലാത്ത രാജ്യത്തിന് ന്യൂക്ലിയർ ടെക്നോളജി കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ടിപ്പിക്കൽ ഉദാഹരണമാണ് പാകിസ്ഥാനിൽ നിന്നാണ് ആറ്റം ബോംബിന്റെ ടെക്നോളജി ഈ പറയുന്ന തെമ്മാടി രാജ്യങ്ങളിലേക്കൊക്കെ ചോർന്നു പോയിട്ടുള്ളത്. അത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ പട്ടിണിമാരെ എവിടെ നിന്നും പൈസ വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന സയന്റിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് പണം വേണം. അപ്പം ഉത്തരവാദിത്തമില്ലാത്തൊരു രാജ്യത്തിന്റെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഉദ്ദേശിക്കണം. ഇറാൻ അവിടെ സ്വാഭാവികമായി ജീവിക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇറാൻ ഈ അമേരിക്കയെ കൊല്ലണം, ഇസ്രായേലിനെ കൊല്ലണം, ലോകത്തിലെ മുഴുവൻ ജ്യൂസിനെയും തുടച്ചു നീക്കണം എന്നുള്ള പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായതിന്റെ പേരിൽ മാത്രമാണ് ഇറാൻ ന്യൂക്ലിയർ ടെക്നോളജി കയ്യിൽ വയ്ക്കുന്നതിനെ സംബന്ധിച്ച് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭയമുള്ളത്. ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രം പ്രശ്നമല്ല, എൻ്റയർ വെസ്റ്റേൺ നേഷന്റെ പ്രശ്നമാണ്. ഇറാൻ ന്യൂക്ലിയർ ആയുധം ധരിക്കുന്നതിനെ ചൈന പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. റഷ്യയും ഇഷ്ടപ്പെടുന്നില്ല, ഒരു രാജ്യവും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നാളെ ഇവരുടെ കയ്യിൽ നിന്ന് ചോർന്ന് ആരുടെയും എത്തുമെന്ന് പറയാൻ പറ്റില്ല. ഇറാന്റെ കയ്യിൽ നാളെ കിട്ടിക്കഴിഞ്ഞാൽ നാളെ അത് വേറെ റഷ്യയോട് വിരോധമുള്ള വേറെ രാജ്യത്തിന്റെ കിട്ടും. കാരണം അവരുടെ കയ്യിൽ അത് സുരക്ഷിതമായി സൂക്ഷിക്കുവാനുള്ള ശേഷി ആ മത നേതൃത്വത്തിന്റെ ഗവൺമെന്റിനില്ല എന്നുള്ളതാണ് വാസ്തവം. വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ മേലെ ഏൽപ്പിച്ച ഏറ്റവും വലിയ അടി എന്താണ് എന്ന് ചോദിച്ചാൽ, അവരുടെ 3 ന്യൂക്ലിയർ സെന്ററുകൾ നശിപ്പിക്കുകയും ഫർദോ എന്ന് പറയുന്ന ന്യൂക്ലിയർ സെന്റർ പൂർണ്ണമായും തകർത്ത് കളയുകയും ചെയ്തതൊന്നുമല്ല. ശരിക്കും അവരുടെ ന്യൂക്ലിയർ അംബീഷന് നേറ്റ ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് മുഹമ്മദ് റസ സാദിഖി എന്ന് പറയുന്ന ന്യൂക്ലിയർ സയന്റിസ്റ്റാണ്. അവരുടെ ന്യൂക്ലിയർ ബോംബിന്റെ ബ്രെയിൻ ആയിരുന്നു ഈ മനുഷ്യൻ. മുഹമ്മദ് റസ സാദിഖി എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ് ആയിരുന്നു ഇവരുടെ ന്യൂക്ലിയർ ബോംബിന്റെ ബ്രെയിൻ. ഈ മനുഷ്യനെ ഇസ്രായേലിനെ കൊല്ലാൻ സാധിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം അതാണ്. അവര് ആദ്യത്തെ ദിവസം തന്നെ ഇസ്രായേല് ഡ്രോണുകൾ ഉപയോഗിച്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ബോംബിംഗ് നടത്തി അവരുടെ 9 ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ഒന്നാമത്തെ ദിവസത്തിന് അവർ വധിച്ചിരുന്നു. ആ ഫ്ളാറ്റിൽ തന്നെ ഈ മുഹമ്മദ് റസ സദീഖി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മകൻ, 17 വയസ്സുള്ള മകൻ, അന്ന് ആ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളടക്കമാണ് അന്ന് വധിക്കപ്പെട്ടത്. അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് ടെഹ്റാന്റെ വേറൊരു ഭാഗത്തുള്ള സ്ഥലത്ത് പോയി ഒളിവിൽ പാർത്തെങ്കിലും വെടിനിർത്തലിന് 3 മണിക്കൂർ മുമ്പ്, ജസ്റ്റ് 3 മണിക്കൂർ മുൻപ് ആ ഫ്ളാറ്റ് ആക്രമിച്ച് ഈ മുഹമ്മദ് റസ സദീഖിയെ അദ്ദേഹത്തിന്റെ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം വധിക്കുവാൻ ഇവർക്ക് IDF-ന് സാധിച്ചു. വാസ്തവത്തിൽ ഈ മുഹമ്മദ് റസ സാദിഖി എന്ന് പറയുന്ന ആള് ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് പോലും അറിയുമായിരുന്നില്ല. അത്രത്തോളം സ്വകാര്യമായിട്ടാണ് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റായിട്ട് ആരും പരിചയപ്പെടുത്തിയിട്ടില്ല, ആർക്കും അറിയുമായിരുന്നുമില്ല. പക്ഷെ വാസ്തവത്തിൽ അവിടുത്തെ ന്യൂക്ലിയർ പ്രോജക്റ്റിന്റെ എൻ്റയർ ന്യൂക്ലിയർ പ്രോജക്റ്റിന്റെ ഹെഡായിരുന്നു ഈ മുഹമ്മദ് റസ സാദിഖി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ യുദ്ധത്തിൽ 12 ഡേ വാറിൽ ഇസ്രായേലിനും അമേരിക്കയും നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടം എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം ഇല്ലാതെ അറ്റോമിക് ബോംബിലേക്ക് എത്താനുള്ള സാധ്യത ഇറാനെ സംബന്ധിച്ച് വിരളമാണ് എന്നാണ് പറയപ്പെടുന്നത്. യുറേനിയം കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെയും യുറേനിയത്തെ ബോംബാക്കി മാറ്റേണ്ട ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജിയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരേ ഒരാൾ ഇദ്ദേഹം മാത്രമായിരുന്നു. ഇദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള 9 ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ആദ്യത്തെ ദിവസം തന്നെ വധിച്ചിരുന്നു. പിന്നീട് 20ഓളം ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ കൂടി ഇസ്രായേലിന് 12 ഡേ വാറിനിടയിലൂടെ വധിക്കാൻ സാധിച്ചു. ആകെ ആ യുദ്ധത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടതായി പറയുന്നത് 1062 ആളുകളാണ്. അതിൽ 102 പേര് സ്ത്രീകളും 38 പേര് കുട്ടികളുമാണെന്നാണ് കണക്ക്. ഈ 1062 പേരിൽ ഏതാണ്ട് മുഴുവൻ ആളുകൾ തന്നെയും ഈ ഇറാന്റെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതോ ആയ ആളുകൾ തന്നെയാണ്. അവർ ഒന്നിച്ച് താമസിച്ചിരുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങളിലാണ് ഈ ബോംബിംഗ് നടന്നത്. അവരുടെ ഭാര്യമാരും കുട്ടികളും തന്നെയാണ് ഇതിനകത്ത് ഭാര്യമാർ കുട്ടികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾ കുട്ടികൾ എന്ന നിലയ്ക്ക് എണ്ണപ്പെട്ടത് എന്ന് പറയുന്നു. അതിനിടയിലൂടെ ഗാസയുടെ സെൻട്രലിലുള്ള പട്ടണമായ ദേർ അൽ ബല എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഇസ്രായേൽ മിലിറ്ററി കടന്നു കയറുകയാണ്. ഇതുവരെ ഇസ്രായേൽ പട്ടാളം ആ പട്ടണത്തിലേക്ക്, ദേർ അൽ ബല എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കടന്നിരുന്നില്ല. അതിന് കാരണം ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവിടെയാണ് എന്നാണ് പൊതുവായ ഒരു ധാരണയുള്ളത്. സ്വാഭാവികമായും ആ പട്ടണത്തെ IDF ആക്രമിച്ചു തുടങ്ങിയതോടെ ഇസ്രായേലിലും പ്രതിഷേധ പ്രകടനങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ
ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഈ ബന്ദികളെ ബഹുഭൂരിഭാഗത്തെയും സൂക്ഷിക്കേണ്ട ചുമതല പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന വേറൊരു ഭീകര സംഘടനയ്ക്കായിരുന്നു. ആ ഭീകര സംഘടനയാണ് ഈ ബന്ദികളെ സൂക്ഷിച്ചിരുന്നത്. ഹമാസ് കൂടുതലും ഫൈറ്റിങ്ങിലാണ് ഏർപ്പെട്ടിരുന്നത്. ഇപ്പം ഇസ്ലാമിക് ജിഹാദിന്റെ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ആ ബന്ദിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ഈ ബന്ദിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദിവസവും പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഈ പട്ടണത്തിലേക്ക് IDF കടന്നു കയറിയ ഉടനെ, കാരണം അത് ഇസ്രായേലില് ഖയോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ബന്ദികളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഭയമുണ്ടാക്കി ഇസ്രായേലിലെ ഖയോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ബന്ദികളെ സൂക്ഷിച്ചിരുന്ന ആളുകളുമായി ഞങ്ങൾക്കുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ഏത് നിമിഷവും അവർ വധിക്കപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള ഭീഷണികൾ അവർ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ ദർ അൽ ബല എന്ന് പറയുന്ന ഈ പട്ടണത്തിലേക്ക് കടന്നു കയറി പട്ടാളം അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഓരോ ഏരിയയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ പറയുന്നു, ബാക്കിയുള്ള ഏരിയ അവിടെ ചെക്ക് ചെയ്യുന്നു, അവരെ റെസിസ്റ്റ് ചെയ്യുന്നവരെ അവർ കൊല്ലുന്നു. അതിനിടയിലൂടെ UN ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായതായി UN പറയുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നതുകൊണ്ടാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പൊ ഈ ഒരു പട്ടണത്തിലേക്ക് ആദ്യമായിട്ടാണ് IDF കടന്നു കയറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടേക്ക് കടക്കാനുണ്ടായ കാരണം വാസ്തവത്തിൽ IDFന്റെ പ്ലാൻ ഇതായിരുന്നില്ല. IDFന്റെ പ്ലാന് ഈജിപ്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് മുഴുവൻ പാലസ്തീനികളെയും പാർപ്പിക്കാൻ പറ്റുന്ന പാർപ്പിട സമുച്ചയങ്ങൾ ഉണ്ടാക്കി അവിടേക്ക് ആളുകളെ ഫിൽട്ടർ ചെയ്ത് കടത്തി അങ്ങനെ ഹമാസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു IDFന്റെ പ്ലാന്. പക്ഷേ ആ പ്ലാനിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. അത് കോൺസെൻട്രേഷൻ ക്യാമ്പായി മാറുമെന്നും അത് ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുമെന്നും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാൻ IDF ഉപേക്ഷിക്കുകയും നേരെ മറിച്ച് ഇപ്പോൾ ഏതാണ്ട് മുഴുവൻ പാലസ്തീനികളും അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് ഇതിനകത്തു നിന്ന് ഈ പറയുന്ന ഹമാസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ആദ്യം IDF പ്രപ്പോസ് ചെയ്ത ഐഡിയ ആയിരുന്നു നല്ലത്. ഫിൽട്ടർ ചെയ്ത ആളുകളെ ഷെൽട്ടറുകൾക്ക് മാറ്റുകയാണെങ്കിൽ അതിനകത്തൂടെ ഹമാസിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യത്തെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം കൂടി കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന്റെ പേരിലാണ് അവർക്ക് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് പ്രവേശിച്ചത്. സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ബന്ദികൾക്കും ഇത് റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ കൂടെ ഇസ്രായേൽ ഗാർഡ്സ് പറയുന്നത്, പ്രതിരോധ മന്ത്രി പറയുന്നത്, അവര് അവരുടെ ടാർഗറ്റുകളോട് ഏറ്റവും അടുത്തെത്തിയ അവസരമാണ് ഇതെന്നാണ്. ഏറ്റവും അടുത്ത് അവർക്ക് 2 ടാർഗറ്റാണ് ഉണ്ടായിരുന്നത്: ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, ബന്ദികളെ മോചിപ്പിക്കുക. ഈ 2 ടാർഗറ്റാണ് ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും അടുത്ത് എത്തിയിട്ടുള്ള അവസരമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു ഏരിയയിലുള്ള ബന്ദികളെ ബലം പ്രയോഗിച്ച് തന്നെ മോചിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് IDF വിചാരിക്കുന്നത്. അതിലൂടെ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. ബന്ദികൾ കയ്യിലുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഹമാസ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ബന്ദികൾ തീർന്നാൽ, ബന്ദികൾ മരിച്ചോ ജീവനോടെയോ ബന്ദികൾ തിരിച്ചു കൊണ്ട് പോന്നു കഴിഞ്ഞാൽ ഹമാസിന്റെ പണി കഴിഞ്ഞു, പിന്നെ ഹമാസ് ഉണ്ടാവുകയില്ല. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് ഈ യുദ്ധം എത്തിയിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്.